അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 ഡെസിമൽ പ്ലേസസ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി സർക്കിൾ ഇൻ ദ പിക്ചർ. അതായത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് 2 ഡെസിമൽ പ്ലേസസ് വരെയുള്ള വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ പെരിമീറ്ററും ഏരിയ ഓഫ് ദി സർക്കിളും കാണുക. നമുക്കിവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫിഗറാണ്. ഒരു സെറ്റ് സ്ക്വയർ ഒരു സർക്കിളിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഈ കോർണർ ഓൺ ദ സർക്കിളിലാണ്, സർക്കിളിൽ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ 90 ഡിഗ്രി ആംഗിളാണ് അവിടെ ഫോമായിട്ടുള്ളത്. നമുക്കിവിടെ 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇവിടെയോ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സർക്കിളിൻ്റെ എന്ത് കിട്ടും? ഡയമീറ്റർ കിട്ടും. അതായത് ഈ 3യും ഈ 6ഉം കൂടി ജോയിൻ ചെയ്തെടുക്കുമ്പോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടും. ഞാനത് വേറെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഓൺ ദ സർക്കിളിലാണ് 90 ഡിഗ്രി. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ. ട്രയാങ്കിൾ ABC കിട്ടി. ഈ ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആൾട്ടിറ്റ്യൂഡും ബേസും ഉണ്ട്. അപ്പോൾ നമുക്കിനി ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കേണ്ടി വരും. നോക്കിക്കോ, ഇവിടെ എഴുതിയ കാര്യങ്ങളൊന്ന് പറയാം. പോയിൻ്റ് എ ഈസ് ഓൺ ദ സർക്കിൾ, ദാറ്റ് ഈസ് 90 ഡിഗ്രി ആംഗിൾ. അതുപോലെ ബിയും സിയും ആൾസോ ഓൺ ദി സർക്കിൾ, സോ ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള പൈതഗോറസ് തിയറമാണ്. നമ്മുടെ ട്രയാങ്കിൾ എന്താണ്? ABC ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അതായത് BC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. BC സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. AB എന്ന് പറയുന്നത് 3 ആണ്. AB എന്ന് പറയുന്നത് 3 ആണ്. 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 6 സ്ക്വയർ എന്ന് പറയുന്നത് 36. അപ്പോൾ BC സ്ക്വയർ ഈസ് ഈക്വൽ ടു 45. അപ്പോൾ 45ൻ്റെ റൂട്ടാണ്. നമുക്ക് 45ൻ്റെ റൂട്ട് അറിയില്ല. അതുകൊണ്ട് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. 9 × 5. 9 × 5. അപ്പോൾ ഇതിൽ 9ന് എന്തുണ്ട്? റൂട്ട് ഉണ്ട്, 3 ആണ്. അപ്പോൾ 3 √5 എന്ന് കിട്ടും. 3 √5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 5½ എന്നാണ്. 3 × 5½ അതായത് 5½ അതായത് √5ൻ്റെ റൂട്ടെന്ന് പറയുന്നത് 2.2360. കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ട. 5ൻ്റെ റൂട്ട് ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. 2.2360. അപ്പോൾ ഇവിടെ 9 × 5, 9ൻ്റെ റൂട്ട് കിട്ടി, √5ൻ്റെ റൂട്ടും കിട്ടി. അപ്പോൾ 3 × 2.2360 അത് മൾട്ടിപ്പിൾ ചെയ്തെടുക്കുമ്പോൾ 6.708. അതായത് √45 എന്ന് പറയുന്നത് 6.71 എന്ന് കിട്ടും. അതായത് ഇവിടെ 708, ഇവിടെ 8 ആണ്. അതായത് 5ൽ കൂടിയ ഒരു സംഖ്യയാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് 1 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോഴാണ് 6.71 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ടന്യൂസ് കിട്ടി. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ എന്താണ്? ഡയമീറ്ററാണ്. സർക്കിളിൻ്റെ ഡയമീറ്ററാണ് നമുക്ക് കിട്ടിയ 6.71.
സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ആർ ഇസ് ഈക്വൽ ടു റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു 6.71 ഡിവൈഡ് ബൈ 2. അത് ചെയ്യുമ്പോൾ 3.36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത് പോയിൻ്റ് മാറ്റിയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. 6.71 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ 3.36 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് ദി സർക്കിളിൻ്റെ ഇക്വേഷൻ 2πr. പൈക്ക് നമ്മൾ വാല്യൂം പഠിച്ചിട്ടുണ്ട് 3.14. അപ്പോൾ 2 ഇൻറ്റു 3.14 ഇൻറ്റു 3.36. നിങ്ങൾ പോയിൻ്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവസാനം ഡെസിമൽ പാർട്ട് കൊടുക്കുക. അപ്പോൾ 21.10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എന്താണ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇനി ഏരിയ ഓഫ് ദി സർക്കിളോ πr² ആണ്. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr² ആണ്. പൈയുടെ വാല്യൂ അറിയാം 3.14 ഇൻറ്റു 3.36 ഇൻറ്റു 3.36. അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്തെടുക്കുമ്പോൾ 35.45 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വളരെ എളുപ്പമാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.